ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാ ഇന്നത്തെ വിശേഷങ്ങള്? എന്റെ സംശയം ഈ B3 ഫോം ഉണ്ടല്ലോ, പാസ്റ്റ് പേഴ്സൺ. അതെ, അത് എങ്ങനെ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം? ഓക്കെ ഓക്കെ ഓക്കെ. അതിനെ വിശേഷണ പദങ്ങളായിട്ട് ഉപയോഗിക്കാം അല്ലേ? അല്ലേ. അപ്പോ ഉദാഹരണമായിട്ട് ഒരു ചെയർ, റെഡി ചെയർ, ഫ്ലാറ്റ് ചെയർ, ഗുഡ് ചെയർ, നൈസ് ചെയർ, ഇങ്ങനെയൊക്കെ പറയാം. അതൊക്കെ ആ ചെയറിൽ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ്. ഗുഡ്, റെഡ്, ബ്ലാക്ക്, ചാൾ, ഷോർട്ട്, അങ്ങനെ പറഞ്ഞ ചെയർ പറഞ്ഞാൽ ഇതൊക്കെ ശരിയായിട്ടുള്ള വിശേഷണങ്ങളാണ്. ഇനി ഈ ചെയറിനെ നമുക്ക് ബ്രോക്കൺ ചെയർ എന്ന് പറഞ്ഞാലോ? ബ്രോക്കൺ ചെയർ, ആ ചെയർ തകർന്ന ചെയർ ആണ് അല്ലെ? പക്ഷെ ആ ബ്രോക്കൺ എന്നുള്ള വേർഡ് ഉണ്ടല്ലോ, അത് എങ്ങനത്തെ ഫോമാണ്? ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. ഇങ്ങനെ പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരമുള്ള, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ വിശേഷണങ്ങൾ ഉണ്ടാക്കാം അല്ലെ? രാവിലെ എനിക്ക് തോന്നുന്നു അതിന്റെ ലിസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, തുടങ്ങാന്നല്ലേ? തുടങ്ങാം. ആദ്യത്തേത് തകർന്ന ഹൃദയം, ബ്രോക്കൺ ഹാർട്ട്, ബ്രോക്കൺ ഹാർട്ട്. കരിഞ്ഞ ഭക്ഷണം, ഫുഡ്, അതെങ്ങനെയാ? ബേൺഡ്, BURNED, ബേൺഡ്, ബേൺഡ് ഫുഡ്. അടഞ്ഞ അധ്യായം, ക്ലോസ്ഡ് ചാപ്റ്റർ. അപ്പൊ ചാപ്റ്റർ ക്ലോസ്ഡ്, അടഞ്ഞ, ക്ലോസ്ഡ് മൂന്നാമത്തെ രൂപ എടുത്തിരിക്കുകയാണ്. ക്ലോസ്ഡ് ചാപ്റ്റർ. പാകപ്പെടുത്തിയ ഭക്ഷണം, that means cooked food, cooked. അപ്പൊ cooked. ഈ cooked-നെ വിശേഷമായിട്ട് ഉപയോഗിക്കുന്നത് cooked food. കേടായ വസ്തുക്കൾ, കേടായ വസ്തുക്കൾ. അപ്പൊ കേടായത് നമുക്ക് ഡാമേജ്ഡ് എന്ന് പറയാം. ഡാമേജ്ഡ് തിങ്സ്, ഡാമേജ്ഡ് തിങ്സ് ഓർ ഡാമേജ്ഡ് ഗുഡ്സ്. ഡീക്കേഡ് എന്ന് പറയാം. ഡീക്കേഡ് അവിടെ തേർഡ് ഫോം തന്നെയാണ് ഉദ്ദേശിച്ചത്. ഡാമേജ്ഡ്. പരാജയപ്പെട്ട ടീം, defeated, പരാജയപ്പെട്ടത്. defeated team. നശിപ്പിക്കപ്പെട്ട നഗരം, destroyed city, destroyed city. നിരാശനായ കുട്ടി, നിരാശനായത്. disappointed child. ഉണക്കിയ പഴങ്ങൾ, ഉണക്കിയത്. dried fruits. തണുത്ത ഭക്ഷണം, തണുത്തത്. കോൾഡ് എന്നാണ് സാധാരണ പറയാം, പക്ഷെ വേറൊന്നുണ്ട്. ഫ്രീസ്, ഫ്രോസൺ ഫുഡ്. ഫ്രോസൺ, FROZEN, frozen food. വ്രണിത വികാരം, വ്രണിത വികാരം എന്നുള്ളത്, വികാരം ഫീലിങ്സ്. ഹർട്ട്, ഹർട്ടിന് മൂന്നിനും ഹർട്ടിനെ പ്രത്യേകത. ഹർട്ടിന് ഹർട്ട് എടുന്നില്ല. ഹർട്ട് ഫീലിങ്സ്. പരിക്ക് പറ്റിയ കളിക്കാരൻ, injured player. നഷ്ടപ്പെട്ട വാച്ച്, നഷ്ടപ്പെട്ടു. So lost watch. സമ്മിശ്രമായ വികാരങ്ങൾ, സമ്മിശ്രമാണ്. mixed feelings. തുറന്ന വാതിൽ, നേരത്തെ ക്ലോസ്ഡ് എന്ന് പറയില്ലേ? ഓപ്പൺഡ് ഡോർ. സംസാരത്തിലുള്ള ഇംഗ്ലീഷ്, സംസാരിക്കുന്നത് സ്പീക്ക്, സ്പോക്കൺ ഇംഗ്ലീഷ്. അതാണ് നമ്മുടെ പരിപാടി, സ്പോക്കൺ ഇംഗ്ലീഷ്. സ്പോക്കൺ ഇംഗ്ലീഷ് മറക്കണ്ട, നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ മറക്കണ്ട.
വിളിക്കാനും മറക്കണ്ട. സ്പോക്കൺ ഇംഗ്ലീഷ്. എഴുതപ്പെടുന്ന ഭാഷ. That's written language. A written language. Write, wrote, written. Third form. Written language. ആയുധധാരികളായ പട്ടാളക്കാർ. ആയുധധാരികളല്ല. Armed. A-I-M-E. Armed soldiers. Armed soldiers. വികസിത രാജ്യങ്ങൾ. അമേരിക്ക, ബ്രിട്ടൻ, യൂറോപ്പ് കൺട്രീസ്, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കൺട്രീസ് നമ്മൾ ഡെവലപ്ഡ് കൺട്രീസ്. ഉപദ്രവിക്കപ്പെട്ട മൃഗങ്ങൾ. അതായത് നമ്മൾ ഉപദ്രവിക്കുന്ന മൃഗങ്ങളെ ഉപദ്രവിക്കപ്പെടുന്ന. സോ ഹാർഡ്, HARMED, harmed animals. Harmed animals. 20. ഓക്കെ. ഇതിനെന്താ നമുക്ക് മനസ്സിലാവുന്നത്? സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വിശേഷണങ്ങളെ പോലെ തന്നെ ഇവയെയും ഉപയോഗിക്കാം. ഇത് ക്രിയാവിശേഷണമാണ്. ക്രിയനെ ഒരു വിശേഷണ പദമായിട്ടും കൂടെ ഉപയോഗിക്കാണ്, അല്ലേ? ഓക്കെ. അപ്പൊ കുക്ക്ഡ് ഫുഡ്, എക്സാമ്പിൾ കുക്ക്ഡ് ഫുഡ്. അതുപോലെ ഷാർപ്പൻ നൈഫ്, മൂർച്ചയുള്ള കത്തി. ഷാർപ്പൻഡ്, ഷാർപ്പൻ ചെയ്യപ്പെടുക, ഷാർപ്പൻഡ്. ഓക്കെ. അപ്പൊ ED ഫോം ചേർത്തിയുള്ള അധികരണത്തിലും അതുപോലെ തന്നെ തേർഡ് ഫോമിലുള്ള ഈ വാക്കുകൾ നമുക്ക് ക്രിയാവിശേഷണങ്ങളായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലാംഗ്വേജിന് എളുപ്പമുണ്ട് കുറച്ച് കാര്യങ്ങൾ. ഒരു ക്രിയ നടത്തപ്പെട്ട ഒരു സാധനം എന്ന അർത്ഥത്തിലാണ് കിട്ടുക. പക്ഷെ അത് ഏതുപോലെ തന്നെയാണ് ഈസി, ഗുഡ്, ഫൈൻ ഇങ്ങനെയൊക്കെ പറയുന്നത് പോലുള്ള സാധാരണ വിശേഷണങ്ങൾ പോലെ തന്നെ ഈ ക്രിയാവിശേഷണങ്ങളെ ഉപയോഗിക്കാം. അപ്പൊ അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ക്ലാസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. രാവിലെ എന്താ തോന്നുന്നേ? തീർച്ചയായും. അപ്പൊ ശരി.